പുടിൻ ഇതിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഏകാധിപതി പുടിനാണല്ലോ. പുടിൻ എത്ര വർഷമായി അധികാരത്തിലിരിക്കുന്നു. അദ്ദേഹം റഷ്യൻ ഭരണഘടന അതിനെ പ്രസിഡൻ്റായിട്ടിരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹം പ്രധാനമന്ത്രിയാവും, വേറൊരാൾ പ്രസിഡൻ്റ് ആകും, പിന്നീട് ഭരണഘടന തിരുത്തി വീണ്ടും അദ്ദേഹം പ്രസിഡൻ്റ് ആവും. അങ്ങനെയൊക്കെ ഇപ്പോൾ 26 വർഷമായി. അദ്ദേഹത്തിന് ഇപ്പോൾ 71 വയസ്സ് മറ്റുമുണ്ട്. ഇനിയും എത്ര നാൾ അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അത് എല്ലാ ഏകാധിപതികളും അങ്ങനെ തന്നെയാണ്. ഏകാധിപതികൾ ഒരിടത്തിൽ നാർസിസ്റ്റുകൾ കൂടിയാണ്. അവരവരുടെ ശരീരം നന്നായിട്ട് സൂക്ഷിക്കുന്നു. ഇപ്പോൾ പുടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുടിൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം വളരെ അത്ലറ്റിക് ആയിട്ടുള്ളൊരു ബോഡിയുള്ള ഒരാളാണ്. കുതിര സവാരി നടത്തുന്ന ആളാണ്, ആർച്ചറി ചെയ്യുന്ന ആളാണ്, പലതും ചെയ്യുന്ന ആളാണ്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വകാര്യത പരമാവധി മറച്ചു വയ്ക്കുന്ന ഒരാൾ. വളരെ സീക്രട്ടീവായിട്ടുള്ള ലൈഫാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. 2013-14 ഒരു ഡിവോഴ്സായി. പിന്നെ അവരെ പറ്റി ഒരു വിവരവും അദ്ദേഹം പുറത്തു വിടാറില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൂഡ്മിളയെ പറ്റി ഒരു വിവരങ്ങളും റഷ്യൻ മാധ്യമങ്ങൾ പോലും അത് ട്രാക്ക് ചെയ്യില്ല. 2 മക്കളുണ്ട്. അതിലൊരു മകള് ഡോക്ടറാണ്. ഈ പറയുന്ന ആയുസ് കൂട്ടാനുള്ള റിസർച്ച് റഷ്യക്കകത്ത് നടക്കുന്നുണ്ട്. ആ റഷ്യക്കകത്ത് നടക്കുന്ന റിസർച്ചിൻ്റെ ഭാഗമായി വൻതോതിൽ ഫണ്ട് കിട്ടുന്ന ഒരു ഡോക്ടർ കൂടിയാണ് പുടിൻ്റെ മകൾ, മൂത്ത മകൾ. അപ്പോൾ ഈ എന്തിനാണ് ആയുസ് കൂട്ടുന്നത് വെച്ചാൽ ഇത് ഈ പറഞ്ഞതുപോലെയാണ്. അവർക്ക് എത്ര നാൾ അധികാരത്തിൽ തുടരാൻ പറ്റും, അവരുടെ ബുദ്ധിയും ശരീരമൊക്കെ എത്ര നാൾ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ വലിയ തോതിൽ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. അത് ഏകാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയാണെങ്കിലും ഒരുപക്ഷെ മാനവരാശിക്ക് നല്ലതാവാനും സാധ്യതയുണ്ട്. കാരണം ഈ ലാബിൽ വച്ച് സെല്ലുകൾ ഉപയോഗിച്ച് തന്നെ ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് ആ ഗവേഷണം. ഇപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും റഷ്യയിലും ചൈനയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെം സെൽ പരീക്ഷണങ്ങൾ എന്നാണ് പറയുക, അതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓർഗൻ, ഹൃദയം, ഇപ്പോൾ വയസ്സായി 75 വയസ്സാകുമ്പോൾ പുടിന് തോന്നുകയാണ് എൻ്റെ ഹൃദയം കുറച്ച് വീക്കാണ്, എന്നാൽ മാറ്റി വെച്ച് കളയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഹൃദയം വെച്ച് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഷീ ജിൻപിങ്ങുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും 150 വയസ്സൊക്കെ ആവും ആളുകളുടെ ആയുസ് എന്നാണ് ഷീ ജിൻപിങ് പറയുന്നത്. ആ പുടിനത് ആശ്വാസമാണ് അത് കേൾക്കുമ്പോൾ, കൊള്ളാം 150 വയസ്സ് വരെ ജീവിക്കാം എന്നുള്ളത് പറയുന്നത്. ഇതിൽ രസം എന്ന് വെച്ചാൽ എല്ലാ ഈ ഒഥോറിറ്റേറിയൻ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് പരമാവധി അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുക, സീക്രട്ടറി ലൈഫ് പിന്തുടരുക. ഇപ്പോൾ പുടിൻ്റെ വളരെ വിചിത്രമായ ഒരു രീതിയെപ്പറ്റി ധാരാളം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ കക്കൂസ് കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. അതായത് അദ്ദേഹം മൂത്രമൊഴിക്കുന്ന അപ്പിയിടുന്നതൊന്നും മറ്റൊരു രാജ്യത്തിൻ്റെ സീക്രട്ട് ഏജൻസിന് കിട്ടാതിരിക്കുകയും അതിൽ നിന്ന് DNA വേർതിരിച്ച് പുടിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അദ്ദേഹം എവിടെ സഞ്ചരിക്കുന്നു അവിടെ അദ്ദേഹം ഒരു ടോയ്ലറ്റുമായിട്ടാണ് സഞ്ചരിക്കുക. അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളൊന്നും അവിടെ ഉപേക്ഷിക്കില്ല, അത് ചുമന്നോട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അത്ര സീക്രട്ടീവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു DNA പോലും മറ്റൊരിടത്ത് എത്തരുത് എന്ന അദ്ദേഹത്തിന് നിതാന്ത ജാഗ്രതയുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉസ്ബെക്ക് സ്വദേശിയായ ഒരു അത്ലറ്റിൽ അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഡിവോഴ്സിന് ശേഷമാണ് ആ 2 കുട്ടികളുണ്ടായിട്ടുള്ളത്. അവരെ ഈ കരിങ്കടൽ തീരത്ത് ഒരു റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവർ മനുഷ്യന്മാർ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു. 2 മക്കളുണ്ട്. അത് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. 2 ആൺമക്കൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഭാര്യയിൽ 2 പെൺമക്കളുണ്ടായതിൽ അടുത്ത് തൻ്റെ പിൻഗാമിയായിട്ട് പുടിൻ കാണുന്നത് ഈ ആൺകുട്ടികളെയാണ്. അവരെ വളരെ രഹസ്യാത്മകമായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക ടീച്ചേഴ്സ്, അത്ലറ്റ് കോച്ചുകൾ എല്ലാം വെച്ചൊരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അതൊരു കോൺസ്പിരസി തിയറിയാണെന്ന് തോന്നുമെങ്കിലും അത് വളരെ എക്സ്റ്റെൻസീവായിട്ട് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതേസമയം ഷീ ജിൻപിങ്ങിന് നോക്കുക. ഷീ ജിൻപിങ്ങും ഇതുപോലെ ഭരണഘടന തിരുത്തി ജീവിതാന്ത്യം വരെ സുപ്രീം ലീഡറായിട്ട് തുടരാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ പുടിനെ പോലെ അത്ര സീക്രട്ടീവ് അല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പബ്ലിക് പ്ലേസിൽ വരാറുണ്ട്. പക്ഷേ ഷീ ജിൻപിങ്ങും എവിടെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫ് എന്താണെന്നുള്ളത് ചൈനയിൽ എന്തായാലും അറിയാൻ പറ്റില്ല. പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും അത് ട്രാക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഷീ ജിൻപിങ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അവിടെ ഒരു നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ പർജ് നടക്കാൻ പോകണമെന്നുള്ള കോൺസ്പിരസിയൊക്കെ വന്നിരുന്നു. അത് വളരെ കൂളായിട്ടാണ് ചെയ്യുക. അപ്പം വേറെ രസം, ഇതിപ്പോൾ ഇവർ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഗദ്ദാഫിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഗദ്ദാഫി വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒന്ന്, അദ്ദേഹം ശക്തമായ പാശ്ചാത്യ വിരുദ്ധ രാഷ്ട്രീയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ പാശ്ചാത്യൻ സിനിമകൾ, പാശ്ചാത്യൻ മാധ്യമങ്ങൾ ഈ പറയുന്ന ഏഷ്യൻ ഏകാധിപതികളെക്കുറിച്ച് പൊതുവെ കാണിക്കുക അവർ വഷളന്മാരും വൻ സ്ത്രീ വിരുദ്ധരുമാണെന്നൊക്കെയാണ്. ഒരു ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും സൈഫു, ഹോളിവുഡിൽ ഇറങ്ങിയ സിനിമയാണ്. ഒരു സാങ്കല്പിക ഏഷ്യൻ രാജ്യത്തെക്കുറിച്ച്, ഒരു അറബ് കൺട്രി, സബ് സഹാറൻ അറബ് കൺട്രിയെ കുറിച്ച് വച്ചിട്ട് അവരിങ്ങനെ സ്ത്രീ വിരുദ്ധരും പിന്തിരിപ്പന്മാരായിട്ട് കളിയാക്കുന്നൊരു സിനിമയാണ്. സറ്റയർ മൂവിയാണത്. ഗദ്ദാഫിയാണ് ഉദ്ദേശിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്.
ഗദ്ദാഫി അതിന് മറുപടി കൊടുത്തത് എങ്ങനെയാണ്? ഗദ്ദാഫിയുടെ സ്വകാര്യ സൈന്യം സ്ത്രീകളായിരുന്നു. ആമസോൺ ഗാർഡ്സ് എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രമുള്ള അംഗരക്ഷകരായിരുന്നു ഗദ്ദാഫി. ഗദ്ദാഫി വിദേശ രാജ്യത്തിന് സന്ദർശനത്തിന് പോകുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ള അംഗരക്ഷകരുള്ള ഒരു സൈന്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സ്വഭാവങ്ങളുള്ള ഏകാധിപതികളുണ്ട്. പിന്നെ രഹസ്യാത്മകത, കൂടുതൽ കാലം അധികാരത്തിൽ തുടരാനുള്ള ആഗ്രഹം, ഇതെല്ലാം എല്ലാ ഏകാധിപതികൾക്കും ഉള്ളതാണ്. ഇനി നമുക്ക് വേറൊരാളുടെ കഥ കൂടി കേൾക്കാം. അടുത്ത ദിവസം 75 വയസ്സായിട്ടുള്ള ഒരാൾ, 75 വയസ്സാകാൻ പോകുന്ന ഒരാൾ, അദ്ദേഹം 75 വയസ്സിൽ വിരമിക്കുമോ? വിരമിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള പ്രീസിഡൻസ് എങ്ങനെയാണ്? 75 വയസ്സായാൽ മാർഗദർശക് മണ്ഡലിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇപ്പം മാർഗദർശക് മണ്ഡലിനെ കുറിച്ച് ആർക്കും ചർച്ചയില്ല. അദ്ദേഹം മാർഗദർശക് മണ്ഡലിലേക്ക് പോകുമോ എന്ന് ആരും ചോദിക്കുക പോലുമില്ല. അത്രമാത്രം ഇപ്പോൾ പുട്ടിനെ പറ്റി റഷ്യൻ മാധ്യമങ്ങൾ പറയുന്ന അത്ര പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയില്ല. അദ്ദേഹം 75 വയസ്സിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമോ എന്ന് ഒരു മാധ്യമവും ചോദിക്കുകയുമില്ല. അത് ഒരിടത്തൊരു അർദ്ധജനാധിപത്യ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ഭരണാധികാരിയോട് മാധ്യമങ്ങൾ പഞ്ചപുച്ഛമടക്കുകയും ചെയ്യുകയാണ്.